ഹായ്, വെൽക്കം ടു പാത്ത് ഫൈൻഡർ ബ്ലോഗ്. ഇന്നലൊരു ക്ലാസ് ഉണ്ടായിരുന്നു, പാരൻസ് മീറ്റിംഗ് ആയിരുന്നു. പാരൻസ് മീറ്റിംഗ് കഴിഞ്ഞ് ഞാൻ ഇറങ്ങുന്ന ടൈം ഒരു 55 വയസ്സുള്ളൊരു പാരൻ്റ് വന്നിട്ട് എന്നെ വിളിച്ചു. എന്നിട്ട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. പുള്ളി വളരെ ഇമോഷണലായിട്ടാണ് കാര്യങ്ങൾ പറഞ്ഞു. ഞാനപ്പോൾ ഈ പാരൻസ് മീറ്റിങ്ങിൽ കുറച്ച് കുടുംബ ബന്ധങ്ങളെക്കുറിച്ചും ഫാമിലി ബോണ്ടിങ്ങിനെ കുറിച്ചൊക്കെ സംസാരിച്ചായിരുന്നു. പുള്ളി വന്നിട്ട് വളരെ ഇമോഷണലായിട്ട് കുറച്ച് പോയിൻറ്റുകൾ പറഞ്ഞിട്ട് അങ്ങ് പോയി. ആ പോയിൻ്റ് വെച്ചിട്ട് ഒരു വീഡിയോ ചെയ്യണമെന്ന് തോന്നുന്നു. അതാണ് ഈ വീഡിയോ. ദ ടോപ്പിക് ഈസ് ഡോണ്ട് ലെറ്റ് മണി കൺട്രോൾ യുവർ ഫാമിലി, ദ ഫാമിലി ഷുഡ് കൺട്രോൾ മണി. അതായത് പണത്തെ ഒരിക്കലും നിങ്ങളുടെ ഫാമിലിയെ കൺട്രോൾ ചെയ്യാൻ അനുവദിക്കരുത്. നിങ്ങളുടെ ഫാമിലി ആയിരിക്കണം പണത്തെ കൺട്രോൾ ചെയ്യേണ്ടത്. നമ്മുടെ ഫാമിലിയാണ് നമുക്കെല്ലാം, അല്ലേ? ഫാമിലി ഈസ് വെരി ഇമ്പോർട്ടൻ്റ് ഇൻ ലൈഫ്. ഒരു നല്ല ഫാമിലി ഉണ്ടാകുക എന്നുള്ളത് മഹാഭാഗ്യമാണ്. ഈ ഫാമിലി എന്ന് പറയുന്നത് ഒരു സമാധാനമായിരിക്കണം, ഒരു പ്രതീക്ഷയായിരിക്കണം. ഇപ്പം ന്യൂക്ലിയർ ഫാമിലി ആയിക്കൊണ്ട് ഇങ്ങനെ മാറിയിരിക്കുകയാണ്, അല്ലേ? ഈ പണം ഫാമിലിയെ കൺട്രോൾ ചെയ്യുമ്പോഴുള്ള പ്രശ്നം എന്താണെന്ന് അറിയും. 2 കാറ്റഗറീസ് ഉണ്ടാവും. ഒന്ന് ഫിനാൻഷ്യലി അപ്പായിട്ടുള്ളവർ, 2 ഫിനാൻഷ്യലി ബാക്ക്വേർഡ് ആയിട്ടുള്ളവർ. ഇവർ തമ്മിൽ ഒരിക്കലും എന്ത് ചെയ്യില്ല, ഇൻട്രാക്റ്റ് ചെയ്യൂല. ഇവർ തമ്മിൽ ഒരു നല്ല ബന്ധം ഉണ്ടാവില്ല. എപ്പോഴും 2 കാറ്റഗറി ആയിട്ട് തന്നെ അവർ ട്രീറ്റ് ചെയ്യും. അങ്ങനെയായിരിക്കും അവർ ജീവിക്കുക. മറിച്ച് ഫാമിലിയാണ് പണത്തെ കൺട്രോൾ ചെയ്യുന്നുണ്ടെങ്കിൽ ഇവരെപ്പോഴും ബന്ധങ്ങളുണ്ടാവും. ഇതിൽ സ്ട്രഗിൾ ചെയ്യുന്ന ഫാമിലി മെമ്പേഴ്സിന് ഈ അപ്പായിട്ടുള്ള ഫാമിലി മെമ്പേഴ്സ് ഉയർത്തിക്കൊണ്ടുവരും. അവിടെ ഫാമിലി പണത്തെ കൺട്രോൾ ചെയ്യാണ്. ഈ പണം ഫാമിലിയെ കൺട്രോൾ ചെയ്താൽ വലിയ പ്രശ്നമുണ്ട്. അതിപ്പോൾ ചില പാരൻസിനെ കാണുന്നില്ലേ, ഫിനാൻഷ്യലി നല്ല ഉപകാരമുള്ള അല്ലെങ്കിൽ നല്ല ഹെൽപ്പ് ചെയ്യുന്ന മകനെ ഭയങ്കരമായിട്ട് സ്നേഹിക്കുകയും റെസ്പെക്റ്റ് കൊടുക്കുകയും ഒക്കെ ചെയ്യും. പക്ഷേ ഫിനാൻഷ്യലി ബാക്ക്വേർഡ് ആയിട്ടുള്ള, എന്നാൽ ഫിസിക്കലി നല്ലോണം ഉപകാരം ഉണ്ടാവും, പക്ഷേ ഫിനാൻഷ്യലി ഒന്നും കൊടുക്കാൻ പറ്റുന്നുണ്ടാവില്ല ആ മകന്. അപ്പം അയാളെ ഭയങ്കര റാഷായിട്ട് പെരുമാറാം, അയാളെ കുടുംബത്തെ ഭയങ്കര അന്യമായി കാണുക, അതൊക്കെ കാണുന്നില്ലേ? അത് പാരൻസിൽ മാത്രമല്ല, ഈ ആങ്ങളെ ബന്ധങ്ങളിലും ഉണ്ടാവും. ചില പെങ്ങന്മാരെ കാണുന്നില്ലേ, ഫിനാൻഷ്യലി നല്ലോണം ഹെൽപ്പ് ചെയ്യുന്ന ആങ്ങളെ വരുമ്പോൾ ചായ കൂട്ടി കൊടുക്കും. അതില്ലാത്ത ഒരാൾ വരുമ്പോൾ എന്ത് ചെയ്യുക, മൈൻഡ് പോലും ചെയ്യില്ല. അങ്ങനെയൊക്കെ പല കുടുംബങ്ങളിലും ഇപ്പോൾ ഉള്ള ഒരു റിയാലിറ്റിയാണത്. ഇതെന്തുകൊണ്ടാണ് വരുന്നതെന്നറിയോ? അതേ സിസ്റ്റം വരുന്ന തലമുറയും ഫോളോ ചെയ്യുന്നതുകൊണ്ടാണ്. മനസ്സിലായില്ലേ? അതായത് കുട്ടികളെ പണ്ടേ എന്താണ് പറഞ്ഞ് പഠിപ്പിക്കുന്നത്? മോനെ, നീ പൈസ ഉണ്ടാക്കണം, പൈസ ഉണ്ടാക്കിയാൽ മാത്രമേ നിനക്ക് കുടുംബത്ത് വിലയുണ്ടോ, അല്ലെങ്കിൽ സമൂഹത്തിൽ റെസ്പെക്റ്റ് ഉണ്ടോ. ഇത് പഠിപ്പിക്കുന്നതുകൊണ്ട് പ്രശ്നമില്ല. പക്ഷെ എന്താണെന്നറിയോ, ആ 2ാമത്തെ വേർഡ് ഭയങ്കര റോങ് ആണ്. പണം ഉണ്ടാക്കണം, അത് 100% ഒരു കുട്ടിയെ പഠിപ്പിക്കണം. ബിക്കോസ് മണി ഈസ് വെരി ഇമ്പോർട്ടൻ്റ് ഇൻ ലൈഫ്. മണി മേക്കിംഗ് സ്കിൽ എന്ന് പറഞ്ഞിട്ട് വേറെ തന്നെ ക്ലാസ് ഉണ്ട്, അത് വേറെ. ഇങ്ങനെ നിങ്ങൾ പറയുമ്പോൾ ഇൻഡയറക്റ്റായിട്ട് ആ കുട്ടിക്ക് വേറൊരു മെസ്സേജ് കൊടുക്കുന്നുണ്ട്. അതായത് മകനെ, പണം ഉണ്ടാക്കണം എങ്കിലേ നിനക്ക് കുടുംബത്ത് വിലയുണ്ടാവും എന്ന് പറയുമ്പോൾ, കുടുംബത്ത് പണമില്ലാത്ത ഒരു കുടുംബാംഗത്തെ നീ വില വെക്കണ്ടെന്നും ഇൻഡയറക്റ്റായിട്ട് പറയുന്നുണ്ട്, അല്ലേ? ഒരുപാട് പണം ഉണ്ടായാലേ സമൂഹത്തിൽ നിനക്ക് റെസ്പെക്റ്റ് ഉണ്ടാവും എന്ന് പറയുമ്പോൾ, സമൂഹത്തിൽ പണമില്ലാത്തവനെ നീ റെസ്പെക്റ്റ് ചെയ്യണ്ട എന്നും കൂടി ആ കുട്ടിക്ക് ഇൻഡയറക്റ്റായിട്ട് നിങ്ങൾ മെസ്സേജ് കൊടുക്കുന്നുണ്ട്. മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യാൻ നീ പണം ഉണ്ടാക്കണം, അത് വെച്ച് നിൻ്റെ കുടുംബത്തിൻ്റെ വെൽത്തിന് നീ പണം ഉണ്ടാക്കണം എന്ന് ട്രീറ്റ് ചെയ്യുന്നത് വേറെയാണ്. ആദ്യം പറഞ്ഞ പോലെ പറയുകയാണെങ്കിൽ ഈ കുട്ടി ഒരു കാരണവശാലും എന്ത് ചെയ്യൂല, കുടുംബത്തെ ഒരു സർക്കിളായി കാണൂല, കാറ്റഗറൈസ് ചെയ്തിട്ടേ കുടുംബത്തെ കാണും. ബിക്കോസ് അവന് കിട്ടിയ ഇൻപുട്ട് അതാണ്, അവന് അതേ ഔട്ട്പുട്ടായിട്ട് കൊടുക്കും. കുടുംബ ബന്ധം എന്ന് പറയുന്നത് ചെറുപ്പത്തിലേ പഠിപ്പിക്കണം. എല്ലായിടത്തും കൊണ്ടുപോയി ഇതൊക്കെ നമ്മുടെ കുടുംബമാണെന്ന് പറഞ്ഞ് ഈ മരണം, കല്യാണം, ആ 2 കാര്യത്തിനല്ലാതെ കുടുംബബന്ധം പുലർത്തുന്നവർ വളരെ കുറവാണ്. സന്ദർശനം വളരെ കുറവാണ്. അതുകൊണ്ട് ഇനിയുള്ള തലമുറയെങ്കിലും ചെറുപ്പത്തിലേ പഠിപ്പിക്കണം, ഇവരൊക്കെ നമ്മുടെ കുടുംബത്തിൽപ്പെട്ടവരാണ്, ഇവരൊക്കെ നമ്മുടെ ആൾക്കാരാണ് എന്ന്. കുടുംബത്തിൻ്റെ ഉള്ളിലൊരു വലിയ സർക്കിൾ ഉണ്ടാക്കണം. ഈ വളർന്നു വരുന്നൊരു കുട്ടിക്കറിയില്ല അതാരാണ്, ആ കാരണവർ ആരാണ്, അത് ഉമ്മാൻ്റെ ആരാണ്, അല്ലെങ്കിൽ അത് പിതാവിൻ്റെ ആരാണെന്ന് അറിയില്ല. അത്രയും കുടുംബങ്ങൾ തമ്മിലൊരു ബന്ധം ഇല്ലാതിരിക്കുകയാണ് ഇപ്പം. അതിന് മെയിൻ വില്ലനായിട്ട് വരുന്നത് ഈ എക്കണോമിക്കൽ സ്റ്റാറ്റസ് ആണ്. സോ ഞാൻ പറഞ്ഞു വരുന്നത്, നമുക്ക് ഫാമിലി വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു നല്ല ഫാമിലി ഉണ്ടാകുക എന്നുള്ളത് നല്ല മനസ്സമാധാനം തരണം, നമുക്ക് നല്ല ഹാപ്പിനെസ് ഉണ്ടാക്കണം. ഇതിനാ വിള്ളൽ വരുത്തുന്ന ഒരു ആയുധമായി പണത്തെ വളർത്തരുത്, അത്രേ പറയുന്നുള്ളൂ. ഇതെൻ്റെ ഒരു തോട്ടാണ്. ഐ ഡോണ്ട് സേ മണി ഈസ് നത്തിങ്.
മണി ഈസ് സംതിങ് ബട്ട് മണി ഈസ് നോട്ട് എവരിതിങ്. ഇതിനെ നിങ്ങൾക്ക് കമൻറ്റിലൂടെ ബ്രേക്ക് ചെയ്യാം. ഇങ്ങനെ ഫിനാൻഷ്യലി ബാക്ക്വേർഡ് ആയിട്ട് ഉള്ള അവസ്ഥയിൽ കുടുംബത്തിൽ നിങ്ങൾ അവഗണന നേരിട്ടിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ ആയി വീണ്ടും കാണാം. ബൈ.